തന്തേക്കാളും മോശം തന്തയ്ക്ക് ഒരു കൈക്കുറ്റം പറ്റിയതാണ് ഇതുപോലുള്ള വിടക്കുള്ള ഉണ്ടാക്കിയത്. ഇടയ്ക്ക് ദീപക് ആത്മഹത്യ ചെയ്ത സമയത്ത് ഫേസ്ബുക്കിൽ, അതായത് പുള്ളിക്കെതിരെ പുള്ളി ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കുറെ പുരോഗമന തെറ്റാണെന്നാണ് ഞാനും പറഞ്ഞത്. കാരണം അയാൾ ആത്മഹത്യകൾ ചെയ്യാറുണ്ട്. പോടി പുല്ലേ എന്ന് പറയണ്ടേ, ഇവളൊന്ന് യൂട്യൂബിൽ കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയാം. നമ്മുടെ തന്നെ ടൗണിനകത്തുള്ള ഒരു പെൺകുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് എനിക്കുള്ള പണിയാണ്. ആ പേര് ഞാൻ പറയുന്നില്ല, ഒരു അറക്കല. കേരളത്തിൽ കാണേണ്ട ഏറ്റവും വലിയ ലക്ഷ്മി ദേവിയാണ്. വാ തുറന്നാൽ അവൾ പഠിപ്പിക്കുന്ന പിള്ളേരെ കാര്യമൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. എവളാണ് ഈ അക്ഷരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീയുടെ കൂടെ പോയി ഒരുത്തന്നെ കരിയോയിൽ ഒഴിച്ച് വിഷം വിറ്റ് ജീവിക്കും. ഇന്നിപ്പോൾ തേങ്ങയായാലും കുഴപ്പമില്ല. അവിടെ നിന്നുകൊണ്ട് അടുത്ത പ്രസ്ഥാനം പറഞ്ഞു. അടുത്ത് ഞങ്ങൾ പോകുന്നത് ശാന്തിയുള്ള ദിനേശിന്റെ വീട്ടിലേക്കാണ്. എന്റെ അവിടെ നിന്ന് എഴുതിയേ പോകുള്ളായിരുന്നു. ഞാൻ കാലിനെ തല്ലി പിടിക്കില്ലേ. എനിക്ക് പാറു എന്ന് പറഞ്ഞൊരു നായുണ്ട്. ഞാനും അവളും മാത്രം മതി, വേറെ ആരും എനിക്ക് വേണ്ട. അവളെ രണ്ടിന്റെ കാലിനെ ഞാൻ തല്ലി പിടിക്കും. ഷാജിയേട്ടാ, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എഴഞ്ഞു പോയനെ ചേട്ടാ മുഖത്ത് മഷി ഒഴിക്കും. മഷിയല്ല, തേങ്ങ ഒഴിക്കും. എന്നെ ഇതുകൊണ്ട് കുത്തി കൊല്ലും. അവളെ അച്ഛൻ ഒരു ജന്മം ചിരിക്കും ഈ പറഞ്ഞവളായിട്ട്. തന്തമാര് ഒരു ജന്മം കൂടെ ചിരിക്കും. തന്തേക്കാൾ മോശം അതെനിക്കറിയണ്ട. തന്തേക്കാളും മോശം തന്തയ്ക്ക് ഒരു കൈക്കുറ്റം പറ്റിയതാണ് ഇതുപോലുള്ള വിടക്കുള്ള ഉണ്ടാക്കിയത്. തന്തേക്കാളും മോശം തന്തയ്ക്ക് ഒരു കൈക്കുറ്റം പറ്റിയതാണ് ഇതുപോലുള്ള വിടക്കുള്ള ഉണ്ടാക്കിയത്. അത്രയും പറഞ്ഞു. മതി, ഇത് ധാരാളം മതി.